കണ്ടില്ല. അയ്യോ, എന്റെ താറാവ് മുട്ടേ, എത്ര ദിവസമായി. പിന്നെ ചുമ്മാതല്ല ഇങ്ങനെ തിരുമ്പതി വീർത്ത് വീർത്ത് വരുന്നത്. ഇങ്ങനെ കത്തിന്നിട്ട് തന്നെ ഇപ്പോഴല്ലേ സംഗതി പറ്റി കിട്ടിയത്. ഇത് ഞാൻ പബ്ലിഷ് ചെയ്യും. നിന്നെ പിള്ളേര് കൈകാര്യം ചെയ്തു. തിന്നതിന് സാക്ഷിയുണ്ടോ? സാക്ഷി ഛർദിക്കുമ്പോ വരും. അങ്ങനെയാണെങ്കിൽ തെളിയിക്കാൻ പോണില്ല. എന്താ കാര്യം? നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലൊന്നും ഞാൻ ഛർദിക്കാൻ പോണില്ല. പല കൊലവമ്മന്മാര് വിചാരിച്ചിട്ടും ഈ മറിയെ ഛർദിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല. പിന്നല്ലേ താൻ ഒരു വലിയ മഹാൻ. അങ്ങനെ അങ്ങ് പറയാതെ. വലിയോട് കഴിയാത്തത് ചിലപ്പോ ചെറിയൊരു കഴിഞ്ഞിരിക്കും. അത് ഓർമ്മ വേണം. നിന്നെ ഏൽപ്പിക്കാൻ മുതലാവില്ല. പിള്ളേര് എന്റെ തൊരി വീഴും. ഞാൻ അങ്ങോട്ട് നോക്കി ഞാനൊരു കാണിച്ചു തരാം. അരുൺ, ഞാനൊരു കാര്യം പറയട്ടെ. നമ്മൾ രണ്ടാളും ലവേഴ്സ് ആയിരിക്കുന്നതിൽ ക്യാമ്പിലുള്ള പലർക്കും വളരെ അസൂയുണ്ട്. ഞാനും ശ്രദ്ധിക്കുന്നുണ്ട് രേഖ. മുരളി അവന്റെ ഫ്രണ്ട്സും നമ്മുടെ പ്രേമം താർക്കണമെന്ന് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുക. അവരുടെ പ്ലാൻ ഈ ജന്മത്തിൽ സക്സസ് ആകാൻ പോണില്ല. അരുൺ, ഇപ്പൊ തന്നെ നമ്മൾ വളരെ ലേറ്റാ. വേഗം ടെന്റിലെത്തണം. ഇല്ലെങ്കിൽ പ്രൊഫസർ ചോദിക്കും നിങ്ങൾ റിസർച്ച് ചെയ്യാൻ വന്നാണോ അതോ പ്രേമിക്കാൻ വന്നാണോ എന്ന്. ശരിയാ, വേഗം പോവാ. Katu, Katu, my darling. Oh, my beauty. Oh, my darling. Very nice. അരുൺ മാത്രമേ ഇവിടെ ആളായിട്ടുള്ളൂ. ഇവിടെ ഞങ്ങളും ഒക്കെ ആണുങ്ങളായിട്ടുണ്ട്. ബോട്ടണി റിസർച്ചിനായിട്ട് വന്നോ അല്ല പ്രേമത്തിന്റെ റിസർച്ചിനായിട്ട് വന്നോ? നിന്നെ ഞാൻ ഒരിക്കൽ എടുത്തോളാം. മുരളി ശരിക്കൊരു പാഠം പഠിപ്പിക്കണം. കുറെ നാളായി ഞാൻ ക്ഷമിക്കുന്നു. ഇനി ഞാൻ ചുമ്മാതിരിക്കില്ല. പ്രിൻസിപ്പലിനോട് തീർച്ചയായും കംപ്ലൈന്റ് ചെയ്യും. നീ കംപ്ലൈന്റ് ഒന്നും ചെയ്യാൻ പോന്ന. അവനെ ഞാൻ നോക്കിക്കോളാം. കിട്ടോ? എന്താ മാഡം, കിട്ടൂല്ലേ ഇവിടെ? അയാൾ എവിടെ പോയി കിടക്കുവാണെന്ന് ആർക്കറിയാം? പ്രൊഫസർക്ക് എന്തോ വാങ്ങിക്കാനാണെന്നും പറഞ്ഞ് രാവിലെ പോയതാ. ഇതുവരെയും വന്നില്ല. കിട്ടു വന്നാൽ എന്നെ വന്ന് കാണാൻ പറ. നാളെ റിസർച്ചിന് പോകാനായി എല്ലാ സാധനങ്ങളും എടുത്തു വെക്കാനാ. ഞാൻ വന്ന് എല്ലാം എടുത്തു വെക്കാം മാഡം. ശരി, വാ. Katu, നിന്നെ ഞാൻ കിഡ്നാപ്പ് ചെയ്യാൻ പോവാ. കിഡ്നാപ്പ് അല്ല മണ്ടിപ്പെണ്ണെ, കിഡ്നാപ്പ്, അപഹരണം. അപഹരണമോ? എവിടേക്ക്? പട്ടണത്തിലേക്ക്. പട്ടണത്തിലോ? പട്ടണത്തിലേക്ക് പോകുന്നത് നിനക്ക് ഇഷ്ടമല്ലേ? ഞാൻ വരുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഞാനും പോകുന്നില്ല. ഒരു പുലിത്തോൽ എടുത്ത് നിന്റെ കൂടെ അങ്ങോട്ട് കഴിയാം. അയ്യോ അയ്യോ അയ്യോ, എന്തൊരു പിടി, ഉടുപ്പ് പിടിയാ. എന്റെ എല്ലാം പൊളിഞ്ഞു പോകുന്നേ. അയ്യോ, അവര് പ്രേമിച്ചോടാ. അതിന് നീ എന്തെങ്കിലും അറിയണം. അവന് അവളെ കിട്ടാത്തതിന്റെ കെറുവ. നിന്നിലില്ലാത്ത എന്തെങ്കിലും പ്രത്യേകത അവനിൽ കാണും. അതാ അവൾ അവനെ പിടിച്ചത്. നീ കളഞ്ഞിട്ട് വേറെ വല്ലവരും നോക്കണേ. അങ്ങനെ അങ്ങ് തോറ്റു കൊടുക്കാൻ ഈ മുരളി തയ്യാറല്ല. നീ നോക്കിക്കോ, ഇവിടുന്ന് പോകുന്നതിനകം ഞാൻ അവളെ പൊക്കിയിരിക്കും. അവനിട്ട് രണ്ട് കൊടുക്കുകയും ചെയ്യും. ഈ മുരളി ആരെന്ന് ശരിക്കും മനസ്സിലാക്കി കൊടുക്കും. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ബാക്കി കാര്യം ഞാൻ ഏറ്റു.
ഞാൻ പറഞ്ഞതുപോലെ തന്നെ നടന്നു കേട്ടോ. ദേ നളം വരുന്നു. എന്താ നളം മാത്രം ഒറ്റയ്ക്ക് ദമയന്തി ഇല്ലേ കൂടെ? ഇനി ഇത് ആവർത്തിച്ചാൽ ഇതൊക്കെ നല്ലോണം മുടിയുണ്ടല്ലേ? നോക്ക്, മരത്തിന്റെ മുകളിൽ കയറി ഇങ്ങനെ പാറാമ കയറി ഇരിക്കല്ലേ? ആവശ്യമില്ലാത്തൊന്നും പറയണ്ട കേട്ടോ. ഞം ഞം കഴിക്കണ്ടേന്നാ ചോദിച്ചേ. ഇതെന്താ പരിപാടി? കാണാൻ പാടില്ലേ? സംഗതി കണ്ടു. ഇതിന്റെ പേരെന്താ? അത് ഞങ്ങൾക്ക് രാവിലെ ഇടിയപ്പം കഴിക്കാൻ തന്നില്ലേ, അതിന്റെ നൂല് വലിച്ചെടുക്കുക. നോക്കട്ടെ നോക്കട്ടെ നോക്കട്ടെ. കൊള്ളാം. അയ്യോ, ദേ. എന്താ ഭയം ഓടുന്നത്? ഓടിയതല്ല, ഓടിച്ചതാണ്. ആര്? ആ പെമ്പിള്ളേര്. പണ്ട് ഞാൻ ഉഗാണ്ടയിലായിരുന്നപ്പോ അവിടുത്തെ സായിപ്പിന് ഞാൻ കാണിച്ചു കൊടുത്ത വിദ്യ ഈ പിള്ളേർക്ക് കാണിച്ചു കൊടുത്തു. കഷ്ടകാലത്ത് നൂല് പൊട്ടിപ്പോയി. ഇവരുടെ മുട്ട് തട്ടി പൊട്ടിച്ചത് കണ്ടില്ലേ? ഇതാണോ കാര്യം? ഞാൻ കരുതി വല്ല ആനയും വരട്ടിയത്. എന്താ എന്താ ഉണ്ടായത്? ആരും എന്റെ കാല് പിടിച്ച് വലിച്ചു. എന്താ എന്ത് പറ്റി നിർമ്മല? എന്തിനാ നിലവിളിച്ചേ? ആരും എന്റെ കാല് പിടിച്ച് വലിച്ചു. ഞാൻ ഒച്ച ഉണ്ടാക്കി ഓടിപ്പോയി. ആരെന്ന് മനസ്സിലായോ? ഇല്ല, ഇരുട്ടായതുകൊണ്ട് ആളിനെ തിരിച്ചറിയാൻ പറ്റിയില്ല. ഒരു കാര്യം ചെയ്യ, നീ ഇപ്പൊ കിടന്നുറങ്ങ. വെളുപ്പിനെ നമുക്ക് അന്വേഷിക്കാം. അവനെ എന്റെ കൈകിട്ട് അടിച്ചു ഷേപ്പ് മാറ്റിന്. നീ ധൈര്യമായിട്ട് ഞങ്ങൾ നോക്കണം. മേഡം പോകാം.